ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ജാതകമൊക്കെ മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് ചില ഹെൽത്ത് ചെക്കപ്പുകൾ, മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേയേറെ ആൾക്കാർ അതിന് അടിയിൽ വന്ന് കമൻ്റ് ഇടുകയും ചില ആൾക്കാരെങ്കിലും എനിക്ക് പേഴ്സണലി മെസ്സേജിലൂടെ മെസ്സേജുകൾ അയക്കുകയും ചെയ്തു. എന്നാൽ പതിവിന് വ്യത്യസ്തമായിട്ട് ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിക്കാണ് എനിക്ക് നമ്മുടെ ഔട്ട് ഓഫ് കോർട്ടിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ക്യാൻ ഐ കോൾ യു എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് യെസ് എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്കൊരു വിദേശ കോളാണ് വന്നത്. വിദേശ കോള് എനിക്ക് തോന്നുന്നു യൂറോപ്യൻ കൺട്രീസ് എവിടെയാണെന്ന് തോന്നുന്നുണ്ട്. ആ കുട്ടി എന്നോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പറഞ്ഞോളാൻ പറഞ്ഞു. വളരെ മടിച്ചാണ് ആ കുട്ടി എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത്. ആ കുട്ടി വിദേശത്തിപ്പോൾ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. കേരളത്തിൽ, സ്ഥലം ഞാൻ പറയുന്നില്ല, കാരണം അവരുടെ സ്വകാര്യതയെ മാനിച്ച് അവരുടെ പെർമിഷനോടുകൂടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നതെങ്കിലും അവരുടെ സ്വകാര്യതയോ അവരുടെ കാര്യങ്ങളോ ഒന്നും നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 10-30 വയസ്സ് വരെ കഴിഞ്ഞിട്ടാണ് ആ കുട്ടിക്ക് ഒരു കല്യാണാലോചനയൊക്കെ വന്നു തുടങ്ങിയത്. കാരണം പഠനം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് അങ്ങനെയാണ് വീടിന് ഏകദേശം കുറച്ച് ദൂരത്തുള്ള ഒരിടത്തു നിന്ന് ഒരു കല്യാണാലോചന വന്നു. അദ്ദേഹം വിദേശത്താണ് ജോലി. എന്തായാലും വീട്ടുകാർ ആലോചിച്ച് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം അങ്ങനെ സെറ്റായി. വേറെ ആലോചനകളൊന്നുമില്ല, ചെക്കപ്പുകളെല്ലാം ഒന്നുമില്ല. ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ഈ ജാതക പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്തായാലും 1 മാസത്തിനുള്ളിൽ തന്നെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ നാട്ടിലെ ആചാരപ്രകാരം പെണ്ണിൻ്റെ വീട്ടിലാണ് ചെറുക്കൻ കൂടേണ്ടത് അത്രേ. എന്തായാലും പെണ്ണിൻ്റെ വീട്ടിൽ ചെറുക്കൻ കൂടി ആദ്യ രാത്രി. പക്ഷേ ആദ്യ രാത്രിയിൽ ഒരു തരത്തിലുള്ള ഒരു ഇൻറ്റിമസി സമീപനവും ആ പെൺകുട്ടിക്ക് ഉണ്ടായില്ലത്രേ. പെൺകുട്ടി വിചാരിച്ച് സ്വാഭാവികമായിട്ട് ഇത് തൻ്റെ വീടാണല്ലോ, ഇവിടെ ആദ്യമായിട്ട് വന്നയാണല്ലോ, ആ ഒരു നിലയിൽ പെൺകുട്ടി അത് വിട്ടു. 2 ദിവസം അവിടെ കഴിഞ്ഞ് വീണ്ടും അയാളുടെ വീട്ടിലേക്ക് പോയി. അവിടെയും ഇത് തന്നെയാണ് തുടർന്നത്. ഒരു തരത്തിലുള്ള ഒരു ശാരീരിക ബന്ധത്തിനുള്ള ഒരു സാധ്യതകളും അയാൾ കാണിച്ചു തുടങ്ങിയില്ല. പെൺകുട്ടിക്ക് സംശയമായി, ഇനി തന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കുമോ. എന്തായാലും പെൺകുട്ടി വീട്ടിൽ വിളിച്ചു പറഞ്ഞു. എങ്ങനെ അത് പറയുക വീട്ടുകാരോടൊക്കെ, കാരണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അടുത്തൊരു കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞു. കൂട്ടുകാരി പറയുകയും വീട്ടിൽ പറയൂ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. എന്തായാലും മടിച്ച് കൂട്ടുകാരി വഴി വീട്ടിലറിയിച്ചു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ചിലപ്പോൾ സ്വാഭാവികമാണ്, എല്ലാ ആൾക്കാർക്കും അങ്ങനെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, 2 ദിവസം ട്രിപ്പ് പോകൂ എന്ന് പറയും. അപ്പോൾ അയാൾക്ക് 2 ആഴ്ച എങ്ങാണ്ടേ ലീവുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും മൂന്നാറിലേക്ക്, നമ്മുടെ കേരളത്തിൻ്റെ കാശ്മീരായ മൂന്നാറിലേക്ക്, നമ്മളിപ്പോൾ ഉള്ള സ്ഥലമാണല്ലോ, ഇനി അവിടെ വെച്ചിട്ട് അങ്ങനെ ഒരു മൂടുണ്ടാവാൻ വേണ്ടി നേരെ ഒരു മൂന്നാറിലേക്ക് വെച്ച് പിടിച്ചു. മൂന്നാറിലെത്തി ആദ്യത്തെ ദിവസം ഈ തേയിലത്തോട്ടങ്ങളും ആസ് യൂഷ്വൽ എല്ലാം കറങ്ങി നടന്നു. റൂമിലേക്ക് വന്നു. നല്ല തണുപ്പ്. സത്യം പറഞ്ഞാൽ ഒരു ആദ്യരാത്രിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടായി. പക്ഷേ ഇയാൾ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നതല്ലാണ്ട് ഒരു മൈൻഡും ഇല്ല. പെൺകുട്ടിക്ക് പ്രാന്തായി. പെൺകുട്ടി അയാൾ തട്ടി പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ ഇഷ്ടമുണ്ടായിട്ട് പോകാൻ കഴിച്ചല്ലേ, സത്യം പറയൂ, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടുന്നില്ല. അയാൾ തിരിഞ്ഞു കിടന്നു, ഇല്ല ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടി പറഞ്ഞു, ഇത് ശരിയാവില്ല, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയൂ, ഒന്നാമത് എൻ്റെ ലേറ്റ് മാരേജ് ആണ്, ഇനി എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയൂ. അങ്ങനെ ഒരു ചെറിയ വാക്ക് തർക്കത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, ഓക്കെ ഐ എം സോറി, നമുക്ക് എന്ന് പറഞ്ഞിട്ട് ശേഷം അയാൾ ലൈറ്റ് ഓഫ് ചെയ്തു. എന്നൊരു പെൺകുട്ടിയോട് പറഞ്ഞു, നീ ഈ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല, നീ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കണം എന്നാണ് പറയുന്നത്. പെൺകുട്ടിക്കൊന്നും മനസ്സിലായില്ല. മാത്രമല്ല പിന്നീടുള്ള അയാളുടെ ഓരോ പ്രവർത്തനങ്ങളിലും വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള പെരുമാറ്റമായിരുന്നു. ഏതോ സമയങ്ങളിലൊക്കെ അയാൾ കുട്ട, മോനെ എന്നൊക്കെ വിളിച്ചു തുടങ്ങി. പിന്നെ അയാളുടെ പോക്ക് മോശമായ ഒരു പ്രകൃതി വിരുദ്ധതയിലാക്കുന്ന മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അയാളെ തടഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. അന്ന് രാത്രിയിൽ തന്നെ ആ പെൺകുട്ടി തീരുമാനിച്ചു ഇത് മുന്നോട്ട് പോവുകയില്ല എന്നർത്ഥത്തിൽ വിവാഹബന്ധം അവസാനിപ്പിച്ചു. പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിൽ എന്നോട് സംസാരിച്ചപ്പോൾ അയാൾക്ക് ആ വീഡിയോയിൽ പറയുന്ന ലൈംഗിക ശേഷിക്കുറവ് ഇമ്പോർട്ടൻസി ആണോ എന്നൊരു സംശയം. പക്ഷേ ഞാൻ ഒന്നും കൂടെ കൃത്യമായിട്ട് ചോദിച്ചപ്പോഴാണ് ശരിക്കും അതൊരു ഇമ്പോർട്ടൻസിയുടെ ലക്ഷണമല്ല. അയാളുടെ വിളികളിൽ, അയാളുടെ അഡ്രസ്സിങ്ങിൽ ഭാര്യയെ വിളിക്കുന്നത് കുട്ട, മോനെ എന്നൊക്കെയാണ്. എന്തായാലും ഉറപ്പാണ് അയാൾക്ക് ഇമ്പോർട്ടൻസി അല്ല പ്രശ്നം. പെൺകുട്ടിയുടെ അഭിപ്രായം അനുസരിച്ച് എറക്ഷൻ പ്രശ്നങ്ങളൊന്നുമില്ല, അതിപ്പോൾ കൂടുതലാണ്. പക്ഷേ അയാളൊരു ഹോമോസെക്ഷൽ ആകാനാണ് സാധ്യത. പക്ഷേ ഈ വീഡിയോ അയാളും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണിച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു തെറ്റാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹോമോസെക്ഷൽ ആണ് എന്നുള്ളത്. ഹോമോസെക്ഷാലിറ്റി മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഹോമോസെക്ഷാലിറ്റി ഉള്ള, അല്ലെങ്കിൽ സ്വന്തം വർഗത്തോട് പ്രണയമുള്ള ഒരാൾ ഒരിക്കലും ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. ആ പെൺകുട്ടി എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്തായാലും അയാൾ 2 ആഴ്ച കഴിഞ്ഞ് വിദേശത്തേക്ക് പോയി. ഇപ്പോഴും എങ്ങും എത്താതെ നിൽക്കുകയാണ് അവരുടെ ഡിവോഴ്സ് പ്രശ്നങ്ങൾ. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു പ്രസംഷനാണ്. ഏകദേശം ഇത് ഈ ഇമ്പോർട്ടൻസ് ലക്ഷണമല്ല. കാരണം അയാൾ ആ കുട്ടിയെ ചെയ്യാൻ ശ്രമിച്ചത് പ്രകൃതി വിരുദ്ധത എന്ന് പറയപ്പെടുന്ന
ഒരു സാധനമാണ്. അതൊരിക്കലും ആ പെൺകുട്ടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓറിയൻറ്റേഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരം പരിപാടിയൊക്കെ നിൽക്കരുത്. അതല്ലെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടിയോട് ആദ്യമേ തുറന്നു പറയണം പറയുന്നത് എനിക്ക് ഇങ്ങനെയുള്ള, നിങ്ങൾ ചിലപ്പോൾ ബൈസെക്ഷൽ ആകാം, ഹോമോസെക്ഷൽ ആകാം, ലെസ്ബിയൻ ആകാം, എന്തവസ്ഥയാകാം. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആദ്യം തന്നെ അത് നിങ്ങളുടെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പെൺകുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ ജീവിതം ആകപ്പെടെ തകർന്നാണ്. ആ പെൺകുട്ടി വിദേശത്തേക്ക് എത്തിയിരിക്കുന്നത്, ആരോട് ഇത് പറയും എന്ന് അന്വേഷിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അവസരം വന്നത്. എന്തായാലും ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞു അയാളുമായിട്ട് നമുക്ക് സംസാരിക്കാം എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപക്ഷെ എൻ്റെ വീഡിയോസുകൾ കുറേയേറെ ആൾക്കാർ കാണുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ആൾക്കറിയാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന്. അപ്പോൾ അയാളിത് കാണുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ ജീവിതം ഇനിയും കോഞ്ഞാട്ടയാക്കരുത്, ആ വിവാഹബന്ധം വേണ്ടെന്ന് വെക്കുന്ന രീതിയിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. അതല്ല, നിങ്ങൾക്കിപ്പോൾ ആ കുട്ടിയെ വിളിച്ചിട്ടുള്ള നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓപ്പണാക്കി പറയുക. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ ഓപ്പണായി പറഞ്ഞ് നിങ്ങളുടെ പങ്കാളിക്ക് അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ അതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. ഇത് ചീറ്റിംഗ് ആണ്, പെർഫെക്റ്റ് ചീറ്റിംഗ് ആണ്. ആ കുട്ടി ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങു സുഹൃത്തെ, ഉറപ്പിച്ചോ.